പേരും പിന്നെ ഇതിൽ കൂടാതെ വേറെ പുറത്തുള്ള രണ്ടാൾക്കാരുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അവർ ഇതിൽ ഈ പറഞ്ഞ പോലെ അവർക്കും കൂടി ഇതിനൊരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2ൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പായിട്ടല്ലാതെ ഉള്ള രീതിക്കുള്ള ഗേൾസ് ഉണ്ട് അവിടെ. ഇങ്ങനെ ഒരു കൂട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പം ഞാനൊരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ 1 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1-1.5 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ആ സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ ഇത്തരം ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതെടുക്കാനും ഞാൻ അത്രയും ധൈര്യപൂർവ്വം റോഡിലിറങ്ങിപ്പോയി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് കിട്ടും. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുൻപ് ചെയ്ത തെറ്റ് ഏറ്റു പറയാനും ആ തെറ്റ് ഞാൻ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സമ്മതിക്കുക. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ടതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു പുണ്യാളനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കായിട്ടുള്ള ഒരു കാര്യം എത്ര കാലം നീണ്ടുപോകുമെന്നും എത്ര കാലം നിലനിൽക്കുമെന്നും നമുക്ക് തോന്നുന്നില്ല. അത് കുറേ കാലത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന് നിലനിൽപ്പുണ്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ വീട്ടിലേക്ക് ഞാൻ എത്തി ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് അവിടുന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പവർ, ഇൻഫ്ലുവൻസ്, മണി, പിന്നെ സേഫ്റ്റി, ഇത്തരം കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, പവർ, ഇൻഫ്ലുവൻസ്, മണി. ഈ 3 കാര്യങ്ങൾ വരുമ്പം അതിൻ്റെ കൂടെ വരുന്ന സാധനമാണ് ഈ പറഞ്ഞ സേഫ്റ്റി എന്ന് പറയുന്നത്. ഫസ്റ്റേ കണ്ടു ഈ പറഞ്ഞ പോലെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ വശപ്പശക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മണി, പവർ, ഇൻഫ്ലുവൻസ്, ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് ഒരു സേഫ്റ്റി ഫീലിംഗ് കൂടി തന്നു. അതായത് ഈ വീട്ടിലേക്ക് ആരും വരൂല, അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്ത് ചെയ്താലും, ഇവിടെ ആരെ കൊന്നാലും, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കൂല, ആരും പറയൂല. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും അതിനെ വിലക്ക് വാങ്ങാനുള്ള പൈസയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു സേഫ്റ്റി ഫീലിംഗ് വന്നു. അതിൻ്റെ ആ ഫീലിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഒരു തവണയോ 2 തവണയോ എൻ്റെ അറിവിൽ 2 തവണയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്. സത്യസന്ധമായിട്ട് പറയാം, 2 തവണയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്.